തിരുവനന്തപുരത്തെ ബി.ജെ.പിക്കകത്ത് പുകയുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ സാഹചര്യത്തിൽ തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം കൂടുതൽ ആളുകളുടെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ആളുകൾ ആ പൈസ തിരിച്ചടയ്ക്കാനുണ്ട്, അതും ബി.ജെ.പിയിലുള്ള ആളുകൾ തന്നെയാണ് പൈസ തിരിച്ചടയ്ക്കാനുള്ളത് എന്നൊക്കെ വെളിപ്പെടുത്തിയിരുന്നു. അതിന്റെ സാഹചര്യത്തിൽ ഇപ്പോൾ എം.എസ്. കുമാർ ബി.ജെ.പി നേതാവ് മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുകയാണ്. വലിയ വിവാദമായിരിക്കുന്ന സാഹചര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അതികഠിനമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ബി.ജെ.പിക്കകത്ത് അത്ര വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നത്. അത് തിരുമല അനിലിന്റെ മരണത്തോടുകൂടിയാണ് സംഭവിച്ചത്. ആത്മഹത്യ ചെയ്തതിന്റെ കാരണം അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ആ വിഷയത്തിൽ വീണ്ടും പ്രതികരണം നടത്തിയ ആളാണ് എം.എസ്. കുമാർ. അനിലിന്റെ അതേ അവസ്ഥയിലാണ് താനും കടന്നു പോകുന്നതെന്ന് പറഞ്ഞ ആൾ കൂടിയാണ് ബി.ജെ.പി നേതാവ് എം.എസ്. കുമാർ. ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഇടയ്ക്ക് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് സുരേഷിനോട് ചോദിക്കുമ്പോൾ എം.എസ്. കുമാർ ഇപ്പോഴും നേതാവേ അല്ല, ബി.ജെ.പിയുടെ നേതാവേ അല്ലെന്നൊരു പരാമർശം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അല്ല, ഞാൻ നിങ്ങൾ പറയുമ്പോഴറിയണം. പറഞ്ഞ സുരേഷാണോ? സുരേഷൊക്കെ പറഞ്ഞാൽ അത് അവസാന വാക്കാണ്. അദ്ദേഹം ബി.ജെ.പിയുടെ അത്യുന്നത നേതാവാണിപ്പോൾ. അതിനെ തർക്കിക്കാൻ ആർക്കാ കഴിയുക? ഞാനെന്തായാലും ഇല്ല തർക്കത്തിന്. ഈ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട താങ്കൾ ആദ്യം പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് ഏതെങ്കിലും തരത്തിൽ നേതാക്കളുടെ ഇടപെടൽ ഉണ്ടായിരുന്നു? ഞാൻ അതിലെ നേതാക്കളുടെ ഇടപെടൽ വേണമെന്നോ ആ സഹകരണ സംഘം ബി.ജെ.പിയുടേതാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. സഹകരണ സംഘത്തിൽ വായ്പ എടുത്ത് ലക്ഷങ്ങളോളം വർഷങ്ങളായിട്ട് അടയ്ക്കാതെ കിടക്കുന്ന ആൾക്കാരെ ബി.ജെ.പിയുടെ നേതാക്കളായി ബഹുജനങ്ങളുടെ മുമ്പിൽ കൊണ്ടു നടക്കരുതെന്ന് മാത്രം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ ബി.ജെ.പിയുടെ അല്ലെങ്കിൽ വാങ്ങിച്ചത് അങ്ങനൊന്നും പറഞ്ഞില്ല. ആ പേസ്റ്റ് ഒന്നുകൂടെ വായിച്ചാൽ മനസ്സിലാവും. അല്ല, അനിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരും നിക്ഷേപങ്ങൾ മടക്കി വാങ്ങാൻ വരുന്നവരോടുള്ള നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഈ നിക്ഷേപകരോട്. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയാണ് അനിൽ നേരിട്ടത്. അതേ അവസ്ഥയാണ് ഞാൻ നേരിടുന്നതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ ബി.ജെ.പിക്കാരുടെ എല്ലാ പേരും വെളിപ്പെടുത്തുമെന്നും പറഞ്ഞില്ല, നേതാക്കളായിട്ടുള്ളവരുടെ. ബി.ജെ.പി പ്രവർത്തകർ സാധാരണ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട്. ലോണുകൾ അടയ്ക്കാത്തത് വർഷങ്ങളോളം, നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് ലോൺ എടുക്കുന്നത്. തിരിച്ചടയ്ക്കാനും ഒരു പരിധി വരെ ഒരു സമയം വരെ ആകാം. പക്ഷേ ഇത്രയും പ്രതിസന്ധി നേരിടുന്ന ഒരു സംഘത്തിൽ ഉത്തരവാദിത്തമുള്ള നേതാക്കളായിരിക്കുന്നവർ പൈസ അടയ്ക്കണ്ടേ? അത് ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞാൻ എന്തായാലും വെളിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് അപ്പം നിശ്ചിത സമയമാവട്ടെ, അടയ്ക്കുന്നില്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ഒപ്പം ഒരു സെല്ലിന്റെ ഒരു ഭാരവാഹി അടക്കമുള്ളവർ ഉണ്ട് എന്ന് പറയുന്നു. സംസ്ഥാന സെക്രട്ടറി ആരെന്നും സെല്ലിന്റെ ഭാരവാഹിയാരെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഇനിയും പറയാൻ പഠിക്കുന്നത്? എന്താണ്? അല്ല, ലക്ഷങ്ങളല്ലേ, ലക്ഷങ്ങളാണല്ലോ. ഒരു രാത്രി കൊണ്ടൊന്നും മറിക്കാൻ പറ്റില്ല. 10-15 വർഷമായി അടയ്ക്കാതിരിക്കുന്നവർക്ക് കുറഞ്ഞത് 2 ആഴ്ച സമയമെങ്കിലും കൊടുക്കണ്ടേ? അത്രേ ഉള്ളൂ. അല്ല, അതൊരു സമയം കൊടുക്കലായിരുന്നോ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത്? സമയം കൊടുക്കില്ല, ഓർമ്മപ്പെടുത്തില്ല. അതിനുശേഷം എന്തെങ്കിലും? അതാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അവരെ അടയ്ക്കും 15 എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. നോക്കാം. നേതാക്കളിൽ നിന്നൊന്നുമല്ല. ഇവരുടെ ഭാഗത്ത് നിന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ ഈ വായ്പ എടുത്ത്? അല്ലല്ല, അവരെ നേരിട്ടൊന്നും ഉറപ്പൊന്നും തന്നിട്ടില്ല. ചില സൂചനകൾ ഉണ്ടെങ്കിൽ. ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഏതെങ്കിലും ബി.ജെ.പി നേതാക്കൾ ആളുകൾ വിളിക്കോ ഇല്ല, അദ്ദേഹം പറയുന്ന പോലെ ഞാൻ അതിനകത്തൊന്നും അല്ലല്ലോ. പിന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇപ്പോഴാണ് അത് അങ്ങനെ എനിക്ക് ബോധ്യം വന്നത് ഇപ്പോഴാണ്. ബി.ജെ.പി ഇപ്പൊ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. ഈ ബി.ജെ.പിയുടെ തിരുവനന്തപുരത്തിന്റെ മുമ്പ് ബി.ജെ.പി ആവുന്നതിന് മുമ്പ് ഹിന്ദു മുന്നണിയായ സമയത്ത് ഒരു ആദ്യത്തെ കൗൺസിലർമാർ ഒരാളാണ്. ഇനിയിപ്പം ബി.ജെ.പിയിൽ ഇല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ഇനി എന്താണ് വരുന്നത്? ഇനി എന്താണെന്ന് അറിയില്ല. റേഷൻ മുടക്കിയിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടെ. ഇനി റേഷനും ഗ്യാസും എല്ലാം കിട്ടുമെങ്കിൽ കുഴപ്പമില്ല. അതുകൂടെ മുടക്കിയിട്ടുണ്ടെങ്കിലാണ് പ്രശ്നം. നോക്കാലോ. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ 91 കേരള രാജ്യക്ക് വോട്ട് നേടിക്കൊടുക്കുന്ന 84 ആ സമയത്ത് അതിന്റെ മുന്നിൽ നിന്ന ആളാണ്. ഇത്രയും വർഷം കൺവീനറായിരുന്നു, ഇലക്ഷൻ കൺവീനറായിരുന്നു. ഇത്രയും വർഷത്തെ പ്രവർത്തന പരിചയമുള്ള താങ്കൾ നേതാവല്ല എന്ന് പറയുമ്പോൾ വിഷമം തോന്നിയത് കേട്ടോ? പറയുന്ന ആള് നേതാവായതുകൊണ്ട് എനിക്ക് പരാതിയില്ല. തിരുവനന്തപുരത്ത് നിന്നുള്ള പുതിയ ജനറൽ സെക്രട്ടറിക്ക് അങ്ങനെ അറിയില്ല എന്നാണ് പറയുന്നത്. ആയിരിക്കും. അതൊന്നും കുഴപ്പമില്ല. ഒരുപാട് തിരക്കുകളല്ലേ. ഞങ്ങളൊക്കെ ബി.ജെ.പി വരുമ്പോൾ ബി.ജെ.പി അധികാരത്തിലൊന്നുമില്ല. ആദ്യം 84 ഇലക്ഷൻ 2 എം.പിമാരായിരുന്നു ബി.ജെ.പി. അന്ന് ബി.ജെ.പിക്ക് തിരക്കുകളൊന്നുമില്ല. എല്ലാ പ്രവർത്തകർക്കും തമ്മിലൊക്കെ അറിയാമായിരുന്നു. ഇപ്പോൾ അതല്ലല്ലോ ബി.ജെ.പി. ഇപ്പം ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ കരുതുന്നത്? വലിയ ഉത്തരവാദിത്വവും വലിയ ഭാരിച്ച ചുമതലകളൊക്കെ ഉള്ള ആളല്ലേ. അദ്ദേഹം അറിയില്ല എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. അതൊക്കെ സ്വാഭാവികം. ഒരുപാട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു. ഇപ്പൊ എന്താണ് പാർട്ടിയെ കുറിച്ച്? സുരേഷിനെ കാണുമ്പോൾ ചോദിക്കുക. എനിക്കറിയില്ല. അല്ല, എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും?
അറിയില്ല ഗിരീഷ്. താങ്കളെ ഈ പരിപാടിക്കൊന്നും വിളിക്കാറില്ല ഇപ്പോഴത്തെ ബിജെപിയുടെ പരിപാടി? അപ്പം അത്യാവശ്യമായി ഞാൻ അറിയാറില്ല. ഇല്ല, വിളിക്കാറില്ല. പരിപാടിക്കൊന്നും വിളിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ തൊട്ട് ബിജെപിയുടെ നേതാക്കൾ ഒന്ന് കാണുന്ന ആളാണ്. താങ്കളിങ്ങനെ സജീവമായിരിക്കും, താങ്കൾ അറിയില്ല എന്ന് പറയുന്നു. അതെ, എന്നെ അറിയാറില്ല. പരിപാടിക്ക് അറിയാറില്ല, അറിയിക്കാറുണ്ട്. ഇല്ല. അതേപോലെ തന്നെയാണ് തിരുമല അനിലിന്റെ സംഭവത്തിൽ ആത്മഹത്യ ചെയ്ത് അതിന് മരണപ്പെട്ടു. പക്ഷേ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. അല്ല, പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വേറെ ഒരു നടപടി ഉണ്ടാകണമെന്നല്ല അനിൽ വിചാരിച്ചതെന്ന് ഞാൻ കരുതുന്നു. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. കാരണം പാർട്ടി എന്നും ചെയ്യാനില്ല ഇതിനകത്ത്. പക്ഷെ പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത് പാർട്ടിയുടെ മുഖങ്ങളായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നേതാക്കളുണ്ടല്ലോ, അവരിത്തരം സഹകരണ സംഘങ്ങളിൽ ഭീമമായ കുടിശ്ശിക ഇട്ടിട്ടുണ്ടെങ്കിൽ അടയ്ക്കാൻ പറയാം. അതേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ, പ്രതീക്ഷിക്കുന്നുള്ളൂ. ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടി ഒന്നുമല്ലാതിരുന്ന കാലത്ത് പാർട്ടിക്ക് വേണ്ടി ജീവൻ രക്തവും നൽകിയ നേതാക്കളെ പുതിയകാല തലമുറ അല്ലെങ്കിൽ നേതൃത്വം പരിഗണിക്കുന്നില്ല, അർപ്പിക്കുന്ന പരിഗണന നൽകുന്നില്ല എന്നല്ല അങ്ങ് പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഈ അധ്യക്ഷനെതിരെ നിരവധി വിമർശനങ്ങളൊക്കെ ഈ യുവ നേതാക്കൾക്ക് വേണ്ടി ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. എനിക്കറിയില്ല. ഓക്കെ. തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രധാന തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്ത നേതാക്കൾ, അണികളെയും സഹപ്രവർത്തകരെ അറിയാത്ത നേതാക്കൾ, ഇവരൊക്കെ ഇങ്ങനെ വന്നാൽ ബിജെപിക്ക് ജയ സാധ്യതയുണ്ട്. എന്താണ് ബിജെപി അത് ബാധിക്കില്ലേ? അപ്പോൾ ശരി, താങ്ക് യു.